മൈക്രോസോഫ്റ്റ് വേർഡിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. യെസ്, രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പോട്ടെ. നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ 7510116655 വിളിച്ചിട്ട് ഈ ആഴ്ച തന്നെ ജോയിൻ ചെയ്യാൻ പറയണേ. കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആഴ്ച തന്നെ വിളിച്ചിട്ട് ജോയിൻ ചെയ്യാൻ പറയണേ. അടുത്ത ആഴ്ച ആയി കഴിഞ്ഞാല് പിന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ബാച്ച് 1 കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് കഴിഞ്ഞു. ഓക്കെ, ഇനി റിവിഷൻ എക്സാം അടുപ്പിച്ച് വരും. ഓക്കെ, ബാച്ച് 1 നമ്മുടെ വേർഡിന്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ബാച്ച് 2 വേർഡ് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഫണ്ടമെന്റൽസ് നിങ്ങൾക്ക് ഏപ്രിൽ 10-ാം തീയതി മുതൽ ഫണ്ടമെന്റൽസിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഏപ്രിൽ 10-ാം തീയതി മുതൽ ഫണ്ടമെന്റൽസിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പോരെ പോരെ പോരെ. ആ, നോമ്പിന് 2 ക്ലാസ്സുകൾ ചെയ്യുന്നില്ല. നോമ്പ് കഴിഞ്ഞാല് ടൈപ്പിസ്റ്റ് ബാച്ചിന് തന്നെ 2 ക്ലാസ് ഉണ്ടാവും കേട്ടോ. ടൈപ്പിസ്റ്റ് ബാച്ചിന് തന്നെ 2 ക്ലാസ് ഉണ്ടാവും. ഏത് കമ്പ്യൂട്ടറിന് ക്ലാസ് ഉണ്ടാവും. ഏപ്രിൽ മുതൽ കമ്പ്യൂട്ടറിന് തന്നെ 2 ക്ലാസ് ഉണ്ടാവും. ടൈപ്പിസ്റ്റ് ബാച്ചിന് പിന്നെ നമ്മുടെ മലയാളവും ഇംഗ്ലീഷിന്റെ ടൈം ടേബിൾ കിട്ടിയില്ലേ, അതനുസരിച്ച് പോവുകയും ചെയ്യും കേട്ടോ. യെസ്. അപ്പോ നമ്മള് ഹോം ടാബിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. ഓക്കെ, ആദ്യം ഞാൻ സ്ക്രീൻ കാണിക്കാം. എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഫുൾ പ്രാക്ടിക്കലി ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. യെസ്, ഒരുവിധം പറയാൻ പറ്റുന്നതെല്ലാം പ്രാക്ടിക്കലി ആണ് ചെയ്യുന്നത്. യെസ് എന്നുള്ളത് കൂടി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. യെസ്, അപ്പൊ ഇത് കുറച്ചും കൂടി വലുതാക്കി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് അതിനു വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. യെസ്, ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ടാബുകൾ, ഹോം ടാബ് നമ്മൾ പഠിച്ചു, ഇൻസേർട്ട് ടാബ് നമ്മൾ പഠിച്ചു, പേജ് ലേഔട്ട് കേട്ടോ. ഇതിനെ പേജ് ലേഔട്ട് അഥവാ പാരഗ്രാഫ് രണ്ടും കൊടുക്കാറുണ്ട് കേട്ടോ. അതാണ് ഇന്നലെ നമുക്കൊരു കൺഫ്യൂഷൻ വന്നില്ലേ. ഞാൻ പേജ് ലേഔട്ട് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പാരഗ്രാഫ് എന്ന് പറഞ്ഞപ്പോ ഞാനും പെട്ടെന്ന് തിരുത്തി പാരഗ്രാഫ്. ആ ബുക്കില് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, പേജ് ലേഔട്ടോ അല്ലെങ്കിൽ പാരഗ്രാഫോ കൊടുക്കാം കേട്ടോ. യെസ്, ഓക്കെ. യെസ്, റെഫറൻസ്, മെയിലിങ്സ്, റിവ്യൂ ആൻഡ് വ്യൂ എന്ന് നോട്ട് ചെയ്ത് കേട്ടോ. യെസ്, ഇനി ഇത് ഓരോന്നും പേജ് ലേഔട്ട് തന്നെ പഠിച്ചാൽ മതി. പേജ് ലേഔട്ട് തന്നെ പഠിച്ചാൽ മതി. പാരഗ്രാഫ് ഏതോ ഒരു ബുക്കിൽ കണ്ടു, അങ്ങനെയാണ് ആ ബുക്കിൽ നിന്നാണ് എടുത്തത്. പേജ് ലേഔട്ട് തന്നെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പൊ 7 ടാബുകൾ ഉണ്ടെന്ന് പഠിച്ചു. ഇതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോം ടാബ് ആണ്. ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത് കണ്ടോ നിങ്ങള്. യെസ്, സെലക്ട് ചെയ്ത ടാബിന് ഇങ്ങനെ ഒരു ഐക്കൺ വരും കണ്ടോ. യെസ്, ഇങ്ങനെ ഒരു ബട്ടൺ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് വരും. ഇതിലുള്ള ബ്ലോക്കുകളൊക്കെ ഒന്ന് നോക്കിയേ നിങ്ങളെ. യെസ്, ക്ലിപ്പ് ബോർഡ്. ഓക്കെ, ഹോം ടാബിലുള്ള ബ്ലോക്കുകൾ ഏതൊക്കെയാണ്? ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ് എഴുതി വെച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. മിസ്, ഞാൻ ക്ലാസ്സിലാണല്ലോ. ഞാൻ 11 മണിക്ക് ശേഷം വിളിച്ചാലോ? ഹലോ, ഞാൻ ഈ 11 മണിക്ക് ശേഷം വിളിച്ചാലോ? ഞാൻ ക്ലാസ്സിലാണ്. ശരി, ഞാൻ വിളിക്കാം. അപ്പോ ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, ഓക്കെ, പിന്നെ സ്റ്റൈൽസ് കേട്ടോ. സ്റ്റൈൽസ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എഡിറ്റിംഗ്. ഓക്കെ, യെസ്, കണ്ടല്ലോ നിങ്ങള്, കണ്ടില്ലേ? യെസ്, ഓരോരോ ഓപ്ഷൻസ് നോക്കിയേ, ഓരോന്നിലും എന്തൊക്കെയാ ഉള്ളത് നോക്കിയേ നിങ്ങള്. ക്ലിപ്പ് ബോർഡിൽ നോക്കിയേ, കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റ്, പെയിന്റർ. പഠിക്കണ്ടേ? കട്ട് എന്താ, കോപ്പി എന്താ, പേസ്റ്റ് എന്താന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഫോർമാറ്റ്, പെയിന്റർ എന്താന്നുള്ളത് ഒന്നും കൂടെ പറഞ്ഞിട്ട് ഇതിനൊക്കെ ഷോർട്ട് കട്ട് കീയും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം നമുക്ക്. ഫോണ്ട് ഓപ്ഷനില് അല്ലെ, ഫോണ്ട് ഓപ്ഷനില് എന്താണ്? യെസ്, ഫോണ്ട് ഓപ്ഷനില് ഫോണ്ടുകൾ ഉണ്ട്, സൈസ് ഉണ്ട്, പിന്നെ നമ്മുടെ അതിന്റെ സൈസ് കൂട്ടാനും ഗ്രോ ചെയ്യാനും സ്ട്രിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പർ കേസിലേക്കും ലോവർ കേസിലേക്കും മാറ്റാനുണ്ട്. സബ്സ്ക്രിപ്റ്റ് ഉണ്ട്, സൂപ്പർ സ്ക്രിപ്റ്റ് ഉണ്ട്, സ്ട്രൈക്ക് ത്രൂ ഉണ്ട്, അണ്ടർലൈൻ ഉണ്ട്, ഇറ്റാലിക്സ് ഉണ്ട്, ബോൾഡ് ഉണ്ട്, കളർ ചേഞ്ച് ചെയ്യാനുണ്ട്. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓരോന്ന് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രം. പാരഗ്രാഫിൽ ബുള്ളറ്റിനുണ്ട്, പിന്നെന്താണ്, ലിസ്റ്റുകൾ ഉണ്ട്, ഇൻഡന്റുകൾ ഉണ്ട്, സോർട്ടിംഗ് ഓപ്ഷൻ ഉണ്ട്, പാരഗ്രാഫ് മാർക്കിംഗ് ഉണ്ട്, ബോർഡേഴ്സ് ഉണ്ട്,
യെസ് എന്താണ് ഷാഡോ കളേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ലൈൻ സ്പേസിംഗ് ഉണ്ട്, പിന്നെ നമ്മുടെ യെസ് ഈ പറയുന്ന നമ്മുടെ അലൈൻമെന്റും നമുക്ക് അവിടെ പഠിക്കേണ്ടതുണ്ട്. പിന്നെ പലതരത്തിലുള്ള സ്റ്റൈലുകൾ ഇവിടെ അവൈലബിൾ ആണ്. ലാസ്റ്റ് നമുക്ക് ഫൈൻഡും റീപ്ലേസും ചെയ്യേണ്ട ഓപ്ഷൻസും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ഓരോ നോക്കിയാലോ? ഇത്രയും ഓപ്ഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ നോക്കിയാലോ? ക്ലിപ്പ് നോക്കാം, ക്ലിപ്പ് നോക്കാം. യെസ്, അപ്പൊ ക്ലിപ്പ് ബോർഡിൽ ഏതൊക്കെയാ ഓപ്ഷൻസ് ഉള്ളത്? അപ്പൊ ആദ്യത്തെ ബ്ലോക്ക് എഴുതി വെക്കണേ, ക്ലിപ്പ് ബോർഡ്. ഹോം ടാബിലുള്ള ആദ്യത്തെ ഓപ്ഷൻ ആണ് ക്ലിപ്പ് ബോർഡ് കേട്ടോ. ക്ലിപ്പ് ബോർഡിൽ ഏതൊക്കെ ഓപ്ഷൻ ഉള്ളത്? കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റ്, പെയിന്റർ. കട്ടും കോപ്പി പേസ്റ്റും ഫോർമാറ്റ് പെയിന്റർ. ഓക്കെ, യെസ്. ഇനി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആകുമ്പോ ഞാൻ എന്ത് ചെയ്യാം, സ്ക്രീൻ കാണിക്കാം കേട്ടോ. യെസ്, ക്ലിപ്ബോർഡ് ബ്ലോക്കിലേക്ക് പോവാണ്. ഓപ്ഷൻസ് ഇൻ ദി ക്ലിപ്ബോർഡ് ബ്ലോക്ക് ആർ കട്ട്, കോപ്പി, പേസ്റ്റ് ആൻഡ് ഫോർമാറ്റ്, പെയിന്റർ. Okay, yes. This block includes the following options. Paste. This option is used to paste a copied items. Shortcut key for paste, Control V. Cut. This option is used to move the selected item into other locations. The text we can automatically move into clipboard. Shortcut key for Control X എന്ന് നോട്ട് ചെയ്ത്. Okay, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ന് വിചാരിക്കുന്നു. യെസ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ന് വിചാരിക്കുന്നു അല്ലേ? കാണിക്കണോ? പ്രത്യേകിച്ച് കാണിക്കണോ? നിങ്ങൾക്ക് എന്നെ കാണുന്നില്ല? ഒരു മിനിറ്റ്. യെസ്, ഓക്കെ, ഇപ്പൊ കാണുന്നില്ലേ? ഓക്കെ, അതായത് ഇപ്പോ ഈ 139.6095 എന്ന് പറയുന്നത് കൺട്രോൾ സി അടിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, കൺട്രോൾ സി അടിച്ചു കഴിഞ്ഞാല്, എന്നിട്ട് ഞാൻ ഇവിടെ കൺട്രോൾ സി അടിച്ചു കഴിഞ്ഞാല് അത് എന്ത് ചെയ്യും? കോപ്പി ചെയ്യും അല്ലെ? ഇല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ കോപ്പി ചെയ്യാം. എല്ലാവർക്കും അറിയാം അല്ലെ? നമുക്ക് ഒന്നെങ്കിൽ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ എന്താണ്? കോപ്പി ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ കൺട്രോൾ സി പ്രസ് ചെയ്യാം, ഇല്ലെങ്കിലോ നമുക്ക് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് അടിക്കാം അല്ലെ? സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് അടിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ സി അടിക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് അടിക്കാം. എന്നിട്ട് എവിടെയാണോ നമുക്കത് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൺട്രോൾ വി അടിച്ചു കഴിഞ്ഞാൽ, പേസ്റ്റ് ചെയ്യേണ്ടടുത്ത് എന്ത് ചെയ്യാം? കൺട്രോൾ വി അടിച്ചു കഴിഞ്ഞാൽ ആ ഡാറ്റ അവിടെ വരും അല്ലെ? പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്താണ്? കൺട്രോള് വി, കൺട്രോൾ പ്ലസ് വി ആണ് എന്ന പോയിന്റ് പഠിച്ചു നോക്കാം. ഓക്കെ, കൺട്രോൾ പ്ലസ് വി ആണ്. അപ്പോ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ സി ആണ്, പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ വി ആണ് എന്നെല്ലാവർക്കും അറിയാം. ഓക്കെ, യെസ്. കോപ്പി ചെയ്യുമ്പോൾ കോപ്പി ചെയ്ത സാധനം ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ അത് ഓൾറെഡി ഉണ്ടാവും. ഇനി ഞാൻ കട്ട് ചെയ്യുകയാണെങ്കിൽ കൺട്രോൾ എക്സ് ആണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അത് അവിടെ നിന്ന് പോയി. ഓക്കെ, യെസ്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ് അത് കൺട്രോൾ പ്ലസ് എക്സ് ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? എല്ലാവർക്കും അറിയാം. എക്സ്, കൺട്രോൾ എക്സ് അടിച്ചിട്ട് യെസ് ഞാനത് കട്ട് ചെയ്തിട്ട് എനിക്ക് ആവശ്യമുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാം? അത് പേസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, കോമൺ ആണ്, ജനറൽ ആണ്, എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ? കൺട്രോൾ സി, കൺട്രോൾ വി, കൺട്രോൾ എക്സ്. ഓക്കെ, യെസ്, അറിയില്ലേ? യെസ്. ഇനി ഇവിടെ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഓപ്ഷൻ ഈസ് യൂസ് ടു മൂവ് ദ സെലക്ടഡ് ഐറ്റം. യെസ്, യൂസ് ടു മൂവ്. കോപ്പിയിൽ നോക്കിയേ നിങ്ങളെ, കോപ്പി ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഈസ് യൂസ് ടു കോപ്പി ദി സെലക്ടഡ് ഐറ്റംസ് ഇൻ അതർ ലൊക്കേഷൻസ്. ഒരു ലൊക്കേഷനിൽ നിന്ന്
അതർ ലൊക്കേഷനിലേക്ക് ഡാറ്റാസിനെ മാറ്റാൻ കോപ്പി ചെയ്യാനാണ് കൺട്രോൾ സി യൂസ് ചെയ്യുന്നത്. ദിസ് ക്ലിപ്ബോർഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ ദ കോപ്പീഡ് ഐറ്റം. ഷോർട്ട് കട്ട് കീ ഫോർ കോപ്പി ഈസ് കൺട്രോൾ സി എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, അതായത് ക്ലിപ്ബോർഡ് എന്താന്നുള്ളതും പറയണം, മൂവ് എന്താന്നുള്ള പോയിന്റും പറയണം. യെസ് പറയാം. എന്നാൽ അപ്പൊ കൺട്രോൾ സി ചെയ്ത് കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ കൺട്രോൾ സി അടിച്ചു കഴിഞ്ഞാല് ജസ്റ്റ് കോപ്പി ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ നമ്മളെ ഐറ്റത്തിനെ മൂവ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കൺട്രോൾ എക്സ് ആണ്. അത് മൂവ് ചെയ്യും. പിന്നെ നമ്മൾ കൺട്രോൾ എക്സ് അടിച്ച സാധനം പിന്നെ അവിടെ ഉണ്ടാവോ? ഇല്ല കേട്ടോ. ആ ഐറ്റം എന്ത് ചെയ്യും? അവിടെ നിന്ന് മൂവ് ചെയ്യും അല്ലെ. ഇവിടെ ഞാൻ ഉദാഹരണം ചെയ്തത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ റെഫറൻസ് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു? കൺട്രോൾ എക്സ് അടിക്കുന്നു. കൺട്രോൾ എക്സ് അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ കൊണ്ടുപോയിട്ട് കൺട്രോൾ വി അടിച്ചു കഴിഞ്ഞാൽ ഇത് വന്നു. ഓക്കെ, യെസ്, ഇവിടുന്ന് അത് മൂവ് ആയില്ലേ? ഇവിടുന്ന് മൂവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തി അല്ലെ. അപ്പൊ മൂവ് ചെയ്യാനാണ് കൺട്രോൾ എക്സ്, കോപ്പി ചെയ്യാനാണ് കൺട്രോൾ സി എന്ന് പഠിച്ചു വെക്കാം. ക്ലിയർ? ഓക്കെ, കോപ്പി ചെയ്യാനാണ് കൺട്രോൾ സി, കട്ട് ചെയ്യാൻ എന്ന് ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവില്ല. മൂവ് ചെയ്യാനാണ് ഇത് കൺട്രോൾ എക്സ് എന്ന് നോട്ട് ചെയ്തു വെക്കാം. ഈ റെഫറൻസ് എന്നുള്ളത് ഞാൻ എഴുതി. ഞാൻ കൺട്രോൾ സെഡ് അടിച്ചു കഴിഞ്ഞാൽ എന്തായി? ഞാൻ അത് അൺഡു ചെയ്തു. ഇന്നലെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. യെസ്, അൺഡു ചെയ്തു, അതിപ്പോ പോയി. ഓക്കെ, അപ്പൊ കോപ്പി ചെയ്യാനാണ് കൺട്രോൾ സി, മൂവ് ചെയ്യാനാണ് കൺട്രോൾ എക്സ്, പേസ്റ്റ് ചെയ്യാനാണ് കൺട്രോൾ വി എന്ന പോയിന്റും നോട്ട് ചെയ്തു വെക്കാം. സെറ്റ്. യെസ്, ഇനി ഒരു ഓപ്ഷനും കൂടി ഉണ്ടല്ലോ നമ്മളെ ഇതിനകത്ത്. യെസ്, ഇതിനകത്ത് കൺട്രോൾ സി എല്ലാവർക്കും അറിയാം, കൺട്രോൾ വി അറിയാം. ഇനി ഇവിടെ പറയാത്തൊരു കാര്യം എന്ന് പറയുന്നത് കൺട്രോൾ എക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, നമ്മൾ കൺട്രോൾ എക്സ് അടിച്ചു എന്നിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, കൺട്രോൾ എക്സ് അടിച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് മൂവ്ഡ് ടു ക്ലിപ്പ് ബോർഡ്. ഓക്കെ, അതെ, താൽക്കാലികമായിട്ട് കുറച്ച് സമയത്തേക്കെങ്കിലും എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെക്കുന്നില്ലേ? ഞാനിപ്പോ ഈ റെഫറൻസ് എടുത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? യെസ്, റെഫറൻസ് എന്ന് പറയുന്ന പിന്നെ ഡാറ്റ. യെസ്, ഇവിടെ നോക്കിയേ, റെഫറൻസ് ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടുന്ന് ഇത് കട്ട് ചെയ്യാണ്. കാണുന്നേ, ശ്രദ്ധിക്കണേ. കാണുന്നുണ്ട് വിചാരിക്കുന്നു. അങ്ങോട്ട് വേണ്ട അല്ലെ, ഇത്രയും അങ്ങോട്ട് കാണണ്ട. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ? റെഫറൻസ് കണ്ടോ? യെസ്, ഇത് ഞാന് സെലക്ട് ചെയ്ത് കണ്ടോ? സ്ക്രീന് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഇതിനകത്ത് ഒന്ന് തൊടുക കേട്ടോ. സ്ക്രീനിൽ ഒന്ന് തൊടുക, എന്നിട്ട് സെറ്റിംഗ്സ് എടുക്കുക. താഴെ സെറ്റിംഗ്സിന്റെ ചിഹ്നം കണ്ടോ? എന്നിട്ട് 360 ആളുകൾ 720 മാറ്റാം. ഓക്കെ, ക്ലാരിറ്റി ഇല്ലാത്ത ആളുകൾ, നെറ്റിന് സ്പീഡ് വേണേ, ക്ലാരിറ്റി സ്ക്രീനിന് ക്ലാരിറ്റിയും ബാക്കിയുള്ള ആളുകൾ സ്ക്രീനിൽ ഒന്ന് തൊടുക. ഓക്കെ, തൊട്ടിട്ട് ഒരു സ്പാനറിന്റെ അല്ലെങ്കിൽ ഒരു ചക്രത്തിന്റെ ചിഹ്നം ഉണ്ടാവും. അതിനകത്ത് തൊട്ട് കഴിഞ്ഞാല് 360 ഉണ്ടാവും, 720 ഉണ്ടാവും, 480 ഉണ്ടാവും, ഓട്ടോമാറ്റിക് ഉണ്ടാവും. ഒരു 720 ഒക്കെ ഇട്ടിട്ട് ഒന്ന് കളിച്ചു നോക്കി, നല്ല ക്ലാരിറ്റി കിട്ടും കേട്ടോ. യെസ്, ഓക്കെ. ഇപ്പൊ ഓക്കെ. അപ്പോ റെഫറൻസ് ഞാൻ കൺട്രോൾ എക്സ് അടിച്ചു കഴിഞ്ഞാൽ അതെ അവിടെ നിന്ന് പോയി മൂവ് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. ഇപ്പൊ അത് എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിപ്പ് ബോർഡിലാണ്. എവിടെയാണ്? ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് റാമിലാണ് ഉള്ളത് കേട്ടോ. റാം എന്ന് പറയുന്ന മെമ്മറിയിലാണ്, ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ബഫർ മെമ്മറിയിലാണ്, താൽക്കാലിക മെമ്മറിയിലാണ് അത് സ്റ്റോർ ചെയ്യുക. ഏത്? കട്ട് ചെയ്യുമ്പോൾ മാത്രം. കോപ്പി ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നുണ്ടോ? കോപ്പി ചെയ്യുമ്പോൾ വരുന്നുണ്ടോ? ഇല്ല. കോപ്പി ചെയ്യുമ്പോ അങ്ങനെ വരുന്നില്ല. അത് അവിടെ എടുത്ത് പറയുന്നുണ്ട്. ക്ലിപ്പ് ബോർഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ കോപ്പീഡ് ഐറ്റം കേട്ടോ. കോപ്പീഡ് ഐറ്റത്തിനെ ക്ലിപ്പ് ബോർഡിലേക്ക് മാറ്റുന്നില്ല. കട്ട് ചെയ്യുമ്പോ, മൂവ് ചെയ്യുമ്പോ അത് എങ്ങോട്ടേക്ക് മാറ്റും? ക്ലിപ്പ് ബോർഡിലേക്ക് മാറ്റുന്നുണ്ട് എന്ന്. അപ്പൊ കോപ്പി ചെയ്യാൻ കൺട്രോൾ സി, കട്ട് ചെയ്യാൻ കൺട്രോൾ എക്സ്, മൂവ് ചെയ്യാനും കൺട്രോൾ എക്സ്, പേസ്റ്റ് ചെയ്യാൻ കൺട്രോൾ വി. ക്ലിപ്പ് ബോർഡ് ഉള്ളത് കട്ട് ചെയ്യുമ്പോഴാണ്, കോപ്പി ചെയ്യുമ്പോൾ ക്ലിപ്പ് ബോർഡ് ഇല്ല എന്ന പോയിന്റ് ഓർത്ത് വെക്കുക. അതായത് ടെമ്പററി ആയിട്ട് ഒരു സ്ഥലത്തേക്ക്, ഒരു ബോർഡിലേക്ക് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതാണ് ക്ലിപ്പ് ബോർഡ് കേട്ടോ. കട്ട് ചെയ്യുമ്പോഴായുള്ളൂ അത് സേവ് ചെയ്ത് വെക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. നോമ്പാണ്, ഒച്ച ഉണ്ടാക്കി ക്ലാസ് എടുക്കരുത് എന്ന് ഞാൻ എന്നോട് തന്നെ ക്ലാസ് തുറക്കുമ്പോൾ പറഞ്ഞാണ്, കേൾക്കണ്ടേ? യെസ്, ഓക്കെ. അപ്പോ കൺട്രോൾ സിയും കൺട്രോൾ വിയും ക്ലിപ്പ് ബോർഡും മൂവും കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. ഫോർമാറ്റ് പെയിന്റർ.
ഓക്കെ യെസ്. ഇത് വായിച്ചു നോക്കുന്നതിന് മുന്നേ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ യെസ്. കട്ട് ചെയ്താലും കോപ്പി ചെയ്താലും ക്ലിപ്പ് ബോർഡിൽ പോകുമെന്ന് എന്റെയും പറഞ്ഞു. പക്ഷെ കോപ്പി ചെയ്താൽ ക്ലിപ്പ് എന്റെ മനസ്സിൽ അത് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സീഡിറ്റിന്റെ ബുക്കില് ഡസ് നോട്ട് കണ്ടെയ്ൻ കോപ്പീഡ് ഐറ്റം എന്ന് കൊടുക്കുന്നുണ്ട്. യെസ് ശരിയാണ്, കോപ്പി ചെയ്യുമ്പോഴും ക്ലിപ്പ് ബോർഡിൽ പോകണമെന്നാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഈ ബുക്കിലെ തെറ്റാണോ? നമ്മുടെ സീഡിറ്റിന്റെ ഒരു ബുക്കിലെ ക്ലിപ്പ് ബോർഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ കോപ്പീഡ് ഐറ്റം എന്ന് കൊടുക്കുന്നുണ്ട്. യെസ് ക്ലിപ്പ് ബോർഡിൽ ഉണ്ടാവുന്ന ഉറപ്പാണോ? നമുക്ക് അതൊന്ന് നോക്കാൻ വേണമെങ്കിൽ കേട്ടോ. യെസ് ഓക്കെ. പക്ഷെ ബുക്കിൽ ഇങ്ങനെ ഒരു കൊടുക്കുന്നുണ്ട്, ഒഫീഷ്യലി ഉള്ള ബുക്കാണ്. നമുക്കൊന്ന് നോക്കാം കേട്ടോ. യെസ് കോപ്പി ചെയ്താലും ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുള്ളത് അല്ലെ. യെസ് ഇങ്ങനെ ഒരു പോയിന്റ് വന്നപ്പോ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. പിന്നെ ഞാൻ നോക്കണം വിചാരിച്ചു, നോക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല. യെസ് അപ്പൊ കട്ടും കോപ്പിയും വരും എന്ന് തന്നെ നമുക്ക് പഠിക്കാം കേട്ടോ. ഈ ഒരു പാരഗ്രാഫ് നമുക്ക് തൽക്കാലം ഇവിടുന്ന് എന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. നമുക്ക് ഒന്നുകൂടി വെരിഫൈ ചെയ്യാം. ഫോണിലൊക്കെ എന്തായാലും ക്ലിപ്പ് ബോർഡിലേക്ക് പിന്നെ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്ന് കാണിക്കാറുണ്ട് അല്ലെ. സിസ്റ്റത്തിൽ വേർഡ് 2007 ഇനി എന്തെങ്കിലും മാറ്റമാണ്. ഫോണിൽ എന്തായാലും ഉണ്ട് അല്ലെ. നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ തന്നെ ക്ലിപ്പ് ബോർഡിലേക്ക് ഉണ്ട് എന്ന് കാണിക്കാറുണ്ട്. ഓക്കെ യെസ് നമുക്ക് ഈ ഒരു പാരഗ്രാഫ് തൽക്കാലം അവിടെ നിന്ന് വെട്ടിക്കളയാം. ഇത് ബുക്കിലെ തെറ്റായിരിക്കും എന്ന് വിചാരിക്കാം കേട്ടോ. ഇനി എന്താണ് ഫോർമാറ്റ് പെയിന്റർ? ഫോർമാറ്റ് പെയിന്ററിലേക്ക് പോകുമ്പോൾ യെസ് വളരെയധികം ശ്രദ്ധിച്ച് കാണുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ നോക്കി, ഇതിന് ഒരു ഫോർമാറ്റ് ഉണ്ട് അല്ലെ. ഓക്കെ യെസ് ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. നോക്കിയേ നിങ്ങള് കണ്ടോ. യെസ് ഇതിന് ഇവിടെ റെഡ് കളറില് സൈസ് 26 കാലിബ്രി ഫോണ്ടില് ഞാൻ ഈ ഫോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ താഴെ ഞാന് റെഫറൻസ് ഞാൻ ഒഴിവാക്കി, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. താഴെ ഞാൻ ഫൈനൽ ടെക്സ്റ്റ് ആഫ്റ്റർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ചുമ്മാ ഞാൻ നോർമൽ ടെക്സ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ ഇനി ശ്രദ്ധിക്കണേ, ഇത് ഞാൻ എന്ത് ചെയ്തു, ഇത് ഞാൻ സെലക്ട് ചെയ്തു. ശ്രദ്ധിക്കണേ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് പെയിന്റർ എന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ എന്താ ഞാൻ സെലക്ട് ചെയ്തത്? ഫോർമാറ്റ് പെയിന്റർ. ഫോർമാറ്റ് പെയിന്ററിന്റെ ഷോർട്ട് കട്ട് കീ നോക്കിയേ, Ctrl+Shift+C. കണ്ടോ, Ctrl+Shift+C ആണ് ഫോർമാറ്റ് പെയിന്ററിന്റെ ഷോർട്ട് കട്ട് കീ. അത് അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ എന്റെ കേഴ്സറിന്റെ മുകളിൽ കണ്ടോ ഒരു ബ്രഷിന്റെ ചിഹ്നം കണ്ടോ? കേഴ്സറിന്റെ മുകളിൽ ഒരു ബ്രഷിന്റെ ചിഹ്നം കണ്ടോ? നിങ്ങളെ കാണുന്നുണ്ടോ? കേഴ്സറിനോടൊപ്പം തന്നെ ഒരു ബ്രഷ്. അത് ഫോർമാറ്റ് പെയിന്റർ സെലക്ട് ചെയ്ത ഓപ്ഷൻ ആണ്. എന്നിട്ട് ഞാൻ ഇതിങ്ങനെ സെലക്ട് ചെയ്താൽ മതി, ബ്രഷ് വെച്ചിട്ട് എന്ത് ചെയ്തു, അത് പെയിന്റ് ചെയ്തു. ഫോർമാറ്റ് പെയിന്റർ. എന്ത് ഫോർമാറ്റ് ആണോ നമ്മൾ സെലക്ട് ചെയ്തത്, അത് നമ്മുടെ സെലക്ടഡ് ടെക്സ്റ്റിന് എന്ത് ചെയ്തു, പെയിന്റ് ചെയ്തു. അതായത് കാലിബ്രയില് 26 ഫോണ്ടില് ബോൾഡ് ആക്കി ഇറ്റാലിക് ആക്കിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഫോർമാറ്റ് പെയിന്ററിലെ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് അത് അങ്ങോട്ട് മാറി. ഓക്കെ ആണോ? ഞാൻ ഓക്കെ ആണോ? മനസ്സിലായില്ലേ? അതായത് ഏത് ഫോണ്ട് ആണോ നമുക്ക് വേണ്ടത്, അത് ഫോർമാറ്റ് പെയിന്റർ എടുത്തിട്ട് നമുക്ക് എങ്ങോട്ടേക്കാണോ കൊടുക്കേണ്ടത് അവിടെ അങ്ങ് ജസ്റ്റ് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വരും കേട്ടോ. യെസ് അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഫോർമാറ്റ് പെയിന്റർ എന്താ? ഫോർമാറ്റ് പെയിന്റർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർമാറ്റ് പെയിന്റർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർമാറ്റിംഗ് പെയിന്റർ ഓപ്ഷൻ ഈസ് യൂസ് ടു കോപ്പി ഫോർമാറ്റിംഗ് ഫ്രം വൺ പ്ലേസ് ആൻഡ് അപ്ലൈ ഇൻ ടു അനദർ ലൊക്കേഷൻ. ഒരു സ്ഥലത്ത് നിന്നുള്ള ഫോർമാറ്റുകളെ ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. Ctrl+V ഒന്നും അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. യെസ് ഓക്കെ ഒന്നുകൂടി നോക്കാം. ഇത് ഇതാക്കി ഷോർട്ട് കട്ട് കീ ഏതായിരുന്നു? Ctrl+Shift+C. Ctrl+Shift+C അടിച്ചു കഴിഞ്ഞാല് അതെന്ത് ചെയ്തു, ഫോർമാറ്റ് പെയിന്റർ ആയി. പിന്നെ വിളിക്കേ. യെസ് ഫോർമാറ്റ് പെയിന്റർ ആയി. എന്നിട്ട് എന്ത് ചെയ്താൽ മതി നോക്കിയേ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ മൗസ് പോയിന്റർ വെച്ചിട്ട് സെലക്ട് ആയില്ലേ.
സെലക്ട് ആയി. ഓക്കെ, ഈ ചിഹ്നം ഉണ്ടെങ്കിൽ, ഈ ലോഗോ ഉണ്ടെങ്കിൽ ഏതാ വേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. വി ഒന്നും അടിക്കണ്ട കേട്ടോ. യെസ്, കൺട്രോൾ വി ഒന്നും അടിക്കണ്ട, ജസ്റ്റ് അത് സെലക്ട് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി മാറും കേട്ടോ. പക്ക. യെസ്, അപ്പോ ഫോർമാറ്റ് കോപ്പി ചെയ്ത് പെയിന്റ് ചെയ്യാനാണ് ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്ന ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഷോർട്ട് കട്ട് കീ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ്, ഏതാണ് ഷോർട്ട് കട്ട് കീ ഏതായിരുന്നു? കൺട്രോൾ ഷിഫ്റ്റ് സി എന്ന പോയിന്റും നോട്ട് ചെയ്ത് കേട്ടോ. കൺട്രോൾ ഷിഫ്റ്റ് സി അതാണ് ഇതിന്റെ. ഓക്കെ, യെസ്. അപ്പൊ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കോപ്പി ചെയ്താലും കട്ട് ചെയ്താലും ക്ലിപ്പ് ബോർഡിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് കേട്ടോ. യെസ്, കോപ്പി ചെയ്യുമ്പോഴോ തൽക്കാലത്തേക്ക് വേണ്ടേ, ക്ലിപ്പ് ബോർഡിൽ വേണ്ടേ, എന്നാലല്ലേ ബുക്കിൽ തെറ്റിയതായിരിക്കും കേട്ടോ. യെസ്, നമ്മള് സിഡിറ്റിന്റെയും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ DCAയുടെയും ഒക്കെ ബുക്കുകൾ വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അങ്ങനെ ചെയ്താൽ പോരെ. പിന്നെ ലൈവായിട്ട് ഈ ഓപ്ഷൻസ് ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ എന്റെ സമയത്തിനനുസരിച്ച് പരമാവധി ഓപ്ഷൻസും റെഫറൻസുകളും എടുക്കും. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിപ്പ് ബോർഡ് ബ്ലോക്ക് പക്ക. ക്ലിപ്പ് ബോർഡ് ബ്ലോക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ബ്ലോക്കിലേക്ക് പോകാം. പോട്ടെ. കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റ് പെയിന്റർ, മൂവിങ് എന്താണ്, കോപ്പിയിങ് എന്താണ്, ക്ലിപ്പ് ബോർഡ് എന്താണ്? ഓക്കെ, യെസ്. അടുത്ത ഓപ്ഷനിലേക്ക് പോകുന്നു. സമയവും ഓപ്ഷനാണ്. യെസ്, ഫോണ്ട് ഗ്രൂപ്പ് രണ്ടാമത്തതിലേക്ക് പോകുന്നു. ഫോണ്ട് ഗ്രൂപ്പിലേക്ക് പോകുന്നു. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. യെസ്, ഫോണ്ട് ഗ്രൂപ്പിലേക്ക് പോട്ടെ. യെസ്, ചേഞ്ച് ഫോണ്ട്. Font is used to change the style of selected text. Word provides many font styles. Select the text we want to change these styles. Then in font group, select the font style. Shortcut key for font is. ഇത് ഓരോന്ന് എടുത്തെടുത്ത് കാണിക്കണം. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇതൊക്കെ അല്ലെ. ഫോണ്ട് ഇതാ ഇവിടെയാണ് ഫോണ്ട്. യെസ്, ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, ഫോണ്ടുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക അല്ലെ. ഡിഫോൾട്ട് ആയിട്ടുള്ള ഫോണ്ട് ഏതായിരിക്കും? ഡിഫോൾട്ട് ഫോണ്ട് ഏതാണ്? കാലിബ്രി ആണ് 2007 ഡിഫോൾട്ട് ഫോണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം അല്ലെ. അതെ, ഫോണ്ട് സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ ഷിഫ്റ്റ് എഫ് ആണ് എന്ന പോയിന്റ് പഠിച്ചു പോകാം കേട്ടോ. ഏതാണ്? കൺട്രോള് ഷിഫ്റ്റ് എഫ് ആയി കഴിഞ്ഞാൽ നോക്കിയേ, കൺട്രോൾ ഷിഫ്റ്റ് എഫ് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ നിങ്ങള്? കൺട്രോൾ ഷിഫ്റ്റ് എഫ് ഞാൻ അടിച്ചു, കണ്ടായിരുന്നോ? കൺട്രോളും ഷിഫ്റ്റും എഫും അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫോണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ മാറ്റാൻ വേണ്ടി സാധിക്കും. ഇവിടുന്ന് മാറ്റാം. യെസ്, ഇവിടുന്ന് മാറ്റുന്നതിന് പകരം എന്ത് ചെയ്യാം, അതൊരു ഡയലോഗ് ബോക്സ് ആയിട്ട് വരുന്നു. കൺട്രോൾ ഷിഫ്റ്റ് എഫ് കേട്ടോ. ഫോണ്ടിന് എഫ്, കൺട്രോൾ ഷിഫ്റ്റ് എഫ് കിട്ടൂലേ? യെസ്, കിട്ടണേ. അപ്പൊ ഡിഫോൾട്ട് ഫോണ്ട് ഏതാണ്? കാലിബ്രി ആണ്. ഫോണ്ടിന്റെ പിന്നെ ഷോർട്ട് കട്ട് കീ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ ഷിഫ്റ്റ് എഫ് ആണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. പഠിക്കൂലേ? കിട്ടൂലേ? യെസ്, കുറെ ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. ഇതെല്ലാം ഒന്നല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് കേസ് ചോദിച്ചതാണ്, എല്ലാം പഠിക്കണം കേട്ടോ. യെസ്, ഓക്കെ. ഇനി ഫോണ്ട് സൈസിലേക്ക് പോകാനുള്ള ഷോർട്ട് കട്ട് കീ ഇവിടെ നമുക്കറിയാം. ഫോണ്ട് സൈസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങനെ എടുക്കാം അല്ലെ. ഫോണ്ട് സൈസിലേക്ക് എടുക്കാം. യെസ്, ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ഷിഫ്റ്റ് പി ആണ് എന്ന പോയിന്റും പഠിച്ചു വെക്കാം. കൺട്രോൾ ഷിഫ്റ്റ് പി അടിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ സൈസ് ഇവിടെ മാറ്റാൻ വേണ്ടി സാധിക്കും കേട്ടോ. കൺട്രോൾ ഷിഫ്റ്റ് പി അടിച്ചു കഴിഞ്ഞാൽ, യെസ്, കൺട്രോൾ ഡി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ടിലേക്ക് പോവാം അല്ലെ. അപ്പോ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ പരമാവധി എന്ത് ചെയ്യും. യെസ്, ഓക്കെ. നോക്കാം. അപ്പോ കൺട്രോൾ പ്ലസ്, ഒരു മിനിറ്റ്, കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എഫും കൺട്രോൾ ഡിയും ചെയ്യുന്നത് എന്താണ്, ഫോണ്ട് മാറ്റാനാണ് കേട്ടോ. ഓക്കെ, ഫോണ്ട് മാറ്റാനാണ്. കൺട്രോൾ ഷിഫ്റ്റ് പി എന്ന് പറയുന്നത് ലെറ്റ്സ് അഡ്ജസ്റ്റ് ദ ക്യാരക്ടർ സൈസ് ബേസ്ഡ് ഓൺ യുവർ കറന്റ് പ്രിന്റർ സെക്ഷൻ. നമ്മുടെ ക്യാരക്ടർ സൈസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, സൈസ് ആക്റ്റീവ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് പി എന്ന് വിളിച്ചത് കേട്ടോ. ഓക്കെ, യെസ്, കൺട്രോൾ ഷിഫ്റ്റ് എഫും കൺട്രോൾ ഡിയും എന്താണ്, ഫോണ്ടിന് വേണ്ടിയിട്ടാണ്. ഫോണ്ട് ഡയലോഗ് ബോക്സിനാണ് കൺട്രോൾ ഡി എന്നും നോട്ട് ചെയ്ത് കേട്ടോ. യെസ്, ഇനി ഇൻക്രീസ് ദി ഫോണ്ട് സൈസ്.
ഓക്കെ, ഇൻക്രീസ് ദി ഫോണ്ട് സൈസ്, കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് ഇതുപോലെയുള്ള റൈറ്റ് ഷിഫ്റ്റ് ആരോ മാർക്ക്. ഇത് നോക്കിയേ, യെസ്, ഇത് നമുക്ക് എങ്ങനെയാണ് ഈ ഡയലോഗ് ബോക്സ് ആണ് ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ കൺട്രോൾ ഡി, കൺട്രോൾ ഷിഫ്റ്റ് എഫ് ഫോണ്ടിലേക്ക് പോകാനാണ്, കൺട്രോൾ ഷിഫ്റ്റ് പി സൈസിലേക്ക് പോകാനാണ്. ഇതാണ് എന്തേ, ഇത് നോക്കിയേ, നിങ്ങളെ കാണുന്നുണ്ടോ? ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ ആരോ മാർക്ക് കണ്ടോ നിങ്ങളെ, കണ്ടോ? യെസ്, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലേ അത് ഗ്രോ ചെയ്യും. കണ്ടോ? ഇപ്പുറത്തെ ആരോ മാർക്ക് പ്രസ് ചെയ്ത് എ ഡൗൺവേർഡ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെറുതാവും. ഓക്കെ, ഇത് തന്നെയാണ് എന്തിൽ ചെയ്യുന്നത്? കൺട്രോൾ, യെസ്, കൺട്രോൾ ഷിഫ്റ്റ് ആരോ മാർക്ക്, കൺട്രോൾ ഷിഫ്റ്റ് ആരോ മാർക്ക് കേട്ടോ. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ഞാൻ ഇവിടെ കൊണ്ടുവെക്കുമ്പോ, ഇവിടെ കൊണ്ടുവെക്കുമ്പോ നോക്കിയേ നിങ്ങൾ, കൺട്രോൾ പ്ലസ് ആരോ മാർക്ക് അല്ലേ കൊടുത്തിട്ടുള്ളൂ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നുണ്ടോ? സൂക്ഷിച്ചു നോക്കിയേ. പക്ഷെ അങ്ങനെയല്ല, കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് ആരോ മാർക്ക് വേണം കേട്ടോ. യെസ്, ഗ്രേറ്റർ ദാൻ സൈന് അല്ലെങ്കിൽ റൈറ്റ് ഷിഫ്റ്റ് എന്നാണ് അതിനെ പറയാ കേട്ടോ. യെസ്, റൈറ്റ് ഷിഫ്റ്റ് വേണം. ഇവിടെ നമ്മള് ഇതിനകത്ത് തന്നെ തെറ്റാണ്, 2007 തെറ്റാണ്. അതായത് കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ മാർക്ക് അടിക്കുമ്പോ ഇത് വലുതാവൂല. നോക്കിയേ നിങ്ങളെ, കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ മാർക്ക് അടിക്കുമ്പോൾ അത് വലുതാവുന്നില്ല. ഷിഫ്റ്റും കൂടി പ്രസ് ചെയ്യുമ്പോഴേ അത് വലുതാവുന്നുള്ളൂ കേട്ടോ. ഇനി ഡൗൺവേർഡ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും? ചെറുതാവുകയും ചെയ്യും. അപ്പൊ ഷിഫ്റ്റ് നിർബന്ധമാണ്. യെസ്, ഷിഫ്റ്റ് നിർബന്ധമാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? പഠിച്ച് വെക്കാം. ഓക്കെ, യെസ്, അപ്പൊ ഇത് ശരിയാണ്. കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ആരോ മാർക്ക്, കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ലെഫ്റ്റ് ആണ്. ഇത് ഡിക്രീസ് ദി ഫോണ്ട് സൈസ്. എല്ലാം പക്കല്ലേ? നിങ്ങൾ വിചാരിച്ച പോലെ ക്ലാസ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോ വീണ്ടും ഞാൻ പറയുന്നു, ഫോണ്ട് ഡയലോഗ് ബോക്സ്, അതിൽ ഫോണ്ട് സെലക്ട് ചെയ്യാൻ കൺട്രോൾ ഷിഫ്റ്റ് എഫ് ആണ്. സൈസ് സെലക്ട് ചെയ്യാൻ കൺട്രോൾ ഷിഫ്റ്റ് പി ആണ്. സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനെ ഗ്രോ എന്നാണ് പറയാ കേട്ടോ. ഗ്രോ സൈസ് എന്നാണ് പറയാ. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ കൊടുക്കുക കേട്ടോ. ഗ്രോ സൈസ്, ഇതിനെ ശ്രിങ്ക് സൈസ് എന്നാണ് പറയാ. ശ്രിങ്ക് സൈസ്, അതും കൂടി നോക്കണേ. ഗ്രോ സൈസ് കൂട്ടാനാണ് ഏത്? കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് റൈറ്റ് ആരോ മാർക്ക്. സൈസ് കൂട്ടുക, ഗ്രോ ചെയ്യുക കേട്ടോ. സൈസ് കുറയ്ക്കാനാണ് എന്ത്? സ്ട്രിങ് എന്നാണ് പറയുക. സ്ട്രിങ്കിങ് പണ്ട് കെമിസ്ട്രിയിലൊക്കെ പഠിച്ചില്ലേ? ഗ്രോ ആൻഡ് സ്ട്രിങ്കിങ്. ഓക്കെ, കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് എന്ന പോയിന്റും നോട്ട് ചെയ്തോ കേട്ടോ. യെസ്, അപ്പോ ഡിക്രീസ് ദി ഫോണ്ട് സൈസ്, അപ്പൊ അതും ഓക്കെയാണ്. ഓക്കെ, യെസ്, സിമ്പിൾ ആണല്ലേ? പിന്നെ ബോൾഡ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ ബി, ടോഗിൾസ് ബോൾഡ് ദ കറന്റ് സെക്ഷൻ. ഫസ്റ്റ് സെലക്ട് ദ ടെക്സ്റ്റ്, യു ബോൾഡ്, ക്ലിക്ക് ദ ബോൾഡ്. എല്ലാവർക്കും അറിയാം അല്ലെ? ബോൾഡ് ആക്കാൻ വേണ്ടി ബി ആണ്, ഇറ്റാലിക് ആക്കാൻ വേണ്ടിയിട്ട് ഐ ആണ്. എല്ലാം സെലക്ട് ചെയ്യണം. അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യു ആണ്. എല്ലാം എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് അവിടെയുള്ള ഒരു പ്രത്യേകത അല്ലെ? ബോൾഡ് ആക്കാൻ വേണ്ടി ബി ആണ്, ഇറ്റാലിക് ആക്കാൻ വേണ്ടിയിട്ട് ഐ ആണ്, അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യു ആണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ചെയ്തില്ലെങ്കിലും അറിയാം അല്ലെ? എസ് സെലക്ട് ചെയ്തു, ബി അടിച്ചു കഴിഞ്ഞാൽ ബോൾഡായി, ഐ അടിച്ചു കഴിഞ്ഞാൽ ഇറ്റാലിക് ആയി ഒന്ന് ചെരിഞ്ഞു, യു അടിച്ചു കഴിഞ്ഞാൽ അണ്ടർലൈൻ ആയി. യെസ്, അണ്ടർലൈൻ എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഡബിൾ അണ്ടർലൈൻ വേണോ, സിംഗിൾ അണ്ടർലൈൻ വേണോ, ഡോട്ടഡ് വേണോ എന്നുള്ള രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. യെസ്, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെലക്ട് ചെയ്യാം. എന്തൊക്കെയാണ്? അണ്ടർലൈൻ, ഡബിൾ അണ്ടർലൈൻ, തിക്ക് അണ്ടർലൈൻ, ഡോട്ടഡ് അണ്ടർലൈൻ, ഡാഷ്ഡ് അണ്ടർലൈൻ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ചോദിക്കോ? ചിലപ്പോ ചോദിച്ചേക്കാം അല്ലെ? യെസ്, പിക്ചർ അണ്ടർലൈൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടി കൊടുത്തു. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാ? പഠിക്കാം കേട്ടോ. ഫോണ്ട് സ്റ്റൈൽസ് വരുന്നുണ്ട്, താഴെ ഉണ്ട് കേട്ടോ. യെസ്, അപ്പോ നമ്മളിപ്പോ ഇതാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫോണ്ട് കിട്ടി, സൈസ് കിട്ടി. യെസ്, ഗ്രോ ചെയ്യാനും സ്ട്രിങ്ക് ചെയ്യാനും കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ, കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ, യെസ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ക്ലിയർ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ക്ലിയർ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ ആദ്യ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ ഫോർമാറ്റിംഗ്. ഇത് കണ്ടോ നിങ്ങള്? ഒരു റബ്ബറിന്റെ ചിഹ്നമുണ്ട് ഇവിടെ, റേസിന്റെ ചിഹ്നമുണ്ട് ഇവിടെ, കണ്ടോ നിങ്ങള്? ക്ലിയർ ഫോർമാറ്റിംഗ്.
കണ്ടോ? യെസ്, അതായത് ഇത് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തു, ക്ലിയർ ഫോർമാറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണോ അത് ജനിച്ചപ്പോൾ ഉള്ളത് നഗ്നമായിട്ട് എങ്ങനെയാണുള്ളത് ആ രൂപത്തിലേക്ക് അത് മാറും കേട്ടോ. ക്ലിയർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതിന് ഷോർട്ട് കട്ട് കീ ഉണ്ടോ? ഇല്ല. ക്ലിയർ ഫോർമാറ്റിംഗ് ഫ്രം ദി സെക്ഷൻ ലീവിംഗ് ഓൺലി പ്ലെയിൻ ടെക്സ്റ്റ്, പ്ലെയിൻ ടെക്സ്റ്റിലേക്ക് പോകുന്നുണ്ട് ക്ലിയർ ഫോർമാറ്റിംഗ് കേട്ടോ. യെസ്, അപ്പൊ അതും നോട്ട് ചെയ്തു വെക്കാം. പിന്നെ ബോൾഡ് ആക്കാൻ, ഇറ്റാലിക് ആക്കാൻ, അണ്ടർലൈൻ ആക്കാൻ. അണ്ടർലൈൻ ഏതൊക്കെയാണ്? യെസ്, എന്താണ്? അണ്ടർലൈൻ, ഡബിൾ അണ്ടർലൈൻ, തിക്ക് അണ്ടർലൈൻ, ഡോട്ടഡ് അണ്ടർലൈൻ, ഡാഷ്ഡ് അണ്ടർലൈൻ എന്ന പോയിന്റ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. സെറ്റ്. നല്ല രസമല്ലേ ഇത് പഠിക്കാൻ? അല്ലെ, നല്ല രസമല്ലേ ഇത് പഠിക്കാൻ? അറിയാത്തൊക്കെ ഉണ്ടാവും, ചിലപ്പോ നമ്മൾ മറന്നുപോയതൊക്കെ ഉണ്ടാവും, എനിക്കും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും. ഒക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇന്ന് റീഫ്രഷ് ചെയ്തിട്ട് സെറ്റപ്പ് ആക്കി ഇങ്ങനെ പഠിക്കുമ്പോൾ രസമല്ലേ? യെസ്, ഓക്കെ. ഓക്കെ, യെസ്. ഇനി എന്താണ് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്ന ഓപ്ഷൻ? സ്ട്രൈക്ക് ത്രൂ, ഡ്രോ എ ലൈൻ ത്രൂ ദി മിഡിൽ ഓഫ് ദി സെലക്ടഡ് ടെക്സ്റ്റ്. സെലക്ടഡ് ടെക്സ്റ്റിന്റെ മിഡിലൂടെ ഒരു നെടുംവര കൊടുക്കുന്നതാണ് ഏത്? സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്നത്. നോക്കിയേ നിങ്ങളെ, ഇത് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, യെസ്, ഇത് ഞാൻ സെലക്ട് ചെയ്തു. ഏതിന്റെ ഷോർട്ട് കട്ടാണ്? ഇതും കൂടെ പറഞ്ഞിട്ട് ഷോർട്ട് കട്ട് കാണിക്കാം. ഓക്കെ, ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ട് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, യെസ്, ഇപ്പൊ നമ്മളെ ഇത് എപ്പോഴാ ആവശ്യം വരാന്നറിയോ? ഇത് എപ്പോഴാ ആവശ്യം വരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ 1999 രൂപയുടെ നമ്മുടെ ടൈപ്പിസ്റ്റിന്റെ കോഴ്സ്, 1999 രൂപയുടെ ടൈപ്പിസ്റ്റിന്റെ കോഴ്സ് ആദ്യത്തെ 2 ബാച്ചിന് നമ്മൾ എത്രയാ നമ്മൾ ഫീസ് ഇട്ടത്? ആദ്യത്തെ 2 ബാച്ചിന് നമ്മൾ ഫീസ് ഇട്ടത് 1499 രൂപയാണ് അല്ലെ? അപ്പൊ ഇങ്ങനെ സ്ട്രൈക്ക് ത്രൂ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 1499. യെസ്, ഇത് സ്ട്രൈക്ക് ത്രൂ ഇല്ലാതെ കൊടുക്കാം കേട്ടോ. 1499 അങ്ങനെയൊക്കെ കൊടുക്കാം. ഓക്കെ, യെസ്, കാണിക്കാം കേട്ടോ. യെസ്, ഇത് കണ്ടോ നിങ്ങളെ? യെസ്, അപ്പൊ ദിസ് ഈസ് സാമ്പിൾ ടെക്സ്റ്റ് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്ത് സ്ട്രൈക്ക് ത്രൂ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? സ്ട്രൈക്ക് ത്രൂ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ താഴേക്ക് എന്ത് ചെയ്തു? ഒരു വര വന്നു. ഓക്കെ, യെസ്, വര വന്നു എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ അതാണ് സ്ട്രൈക്ക് ത്രൂ എന്നുള്ളത് പഠിച്ചു വെക്കാം. യെസ്, സ്ട്രൈക്ക് ത്രൂക്ക് ഷോർട്ട് കട്ട് കീ ഇല്ല കേട്ടോ. സ്ട്രൈക്ക് ത്രൂക്ക് ഷോർട്ട് കട്ട് കീ ഇല്ല, അത് അവിടെ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി എടുക്കണം. ഓക്കെ, യെസ്. അപ്പോ യെസ്, നമ്മളിവിടെ എന്ത് ചെയ്തു? ഇതിന്റെയൊക്കെ ഷോർട്ട് കട്ട് കീ നിങ്ങൾ എഴുതിയെടുത്തില്ലേ? എല്ലാത്തിനും എഴുതിയെടുത്തില്ലേ? ഫോണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് Ctrl+Shift+F ആണ്. സൈസ് മാറ്റാൻ വേണ്ടിയിട്ട് Ctrl+Shift+P ആണ്. സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+Shift റൈറ്റ് ആരോ മാർക്ക് ആണ്. യെസ്, ഇനി ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിക്രീസ് ഫോണ്ട് Ctrl+Shift ലെഫ്റ്റ് ആരോ മാർക്ക് ആണ്. ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് B ആണ്. ഇറ്റാലിക് ആക്കാൻ വേണ്ടി Ctrl+I ആണ്. അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+U ആണ്. യെസ്, ഇനി സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്നത് എത്രയാണ്? ഡ്രോ ദി ലൈൻ ദ മിഡിൽ ഓഫ് ദി സെലക്ടഡ് ടെക്സ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രൈക്ക് ത്രൂ ആണ് എന്ന പോയിന്റും നോട്ട് ചെയ്തു വെക്കാം. ഓക്കെ, ഇനി ഫോണ്ടിന്റെ സൈസ് ആണ് ഇവിടെ ചോദിച്ചത്. ഫോണ്ടിന്റെ ഏറ്റവും മിനിമം സൈസ് എന്ന് പറയുന്നത് നോക്കിയേ, നിങ്ങൾ കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? മിനിമം സൈസ് എന്ന് പറയുന്നത് 8 ആണ് കേട്ടോ. 8 ആണ് ഏറ്റവും ചെറുത് കൊടുത്തിരിക്കുന്നത്. മാക്സിമം സൈസ് എന്ന് പറയുന്നത് 72 ആണ്. ഓക്കെ, അപ്പോ ഫോണ്ട് സൈസ് മിനിമം എത്രയാണ്? 8 ആണ്. യെസ്, മാക്സിമം സൈസ് എന്ന് പറയുന്നത് 72 ആണ്. ബൈ ഡീഫോൾട്ട് എത്രയാണ് സൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, അതെങ്ങനെ മനസ്സിലാക്കാം? നോക്കിയേ നിങ്ങളെ, യെസ്, ഞാനേ ഇവിടെ നോക്കിയേ നിങ്ങളെ, ഞാനിപ്പോ ഇത് സെലക്ട് ചെയ്തു. ശ്രദ്ധിക്കണേ, ബൈ ഡീഫോൾട്ട് എങ്ങനെയാ ഞാൻ കാണുന്നത് നോക്കിക്കോ. ഇത് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ പറഞ്ഞില്ലേ ക്ലിയർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടില്ലേ? നമ്മള് ക്ലിയർ ഫോർമാറ്റിംഗ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നഗ്നമായില്ലേ? ആദ്യം അത് പ്ലെയിൻ ടെക്സ്റ്റിലേക്ക് മാറിയില്ലേ? അപ്പൊ നോക്കിയേ, അത് കാണിച്ചു തന്നില്ല. ഇവിടെ നോക്കിയേ, ഇവിടെ 26 ആണ് സൈസ്. കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. HD ഇട്ട് കഴിഞ്ഞാൽ കാണും. HD ഇട്ട് കഴിഞ്ഞാൽ കാണൂലേ? HD ഇട്ട് കഴിഞ്ഞാൽ കാണുന്നുണ്ട്. 26 ആണ് സൈസ്. ഓക്കെ, 26 ആണ് സൈസ്. നോക്കിക്കോ ഇനി നിങ്ങളെ, ഞാൻ പ്ലെയിൻ ടെക്സ്റ്റ് കൊടുത്തു, ക്ലിയർ ഫോർമാറ്റിംഗ് കൊടുത്തു. നോക്കിയേ, അതിന്റെ ഡിഫോൾട്ട് ഫോണ്ടിലേക്ക് അതിനെ മാറി കേട്ടോ. ഡിഫോൾട്ട് ഫോണ്ടിലേക്ക് മാറി. യെസ്, അത് 11 ആയി കേട്ടോ. യെസ്, അവിടെ പഠിച്ചു വെക്കാം.
കൺട്രോൾ ഷിഫ്റ്റ് പി എന്ന് എഴുതി കാണിക്കുന്നില്ലേ? കൺട്രോൾ ഷിഫ്റ്റ് പി ആണ് ഫോണ്ട് സൈസ് കാണാനുള്ള ഓപ്ഷൻ. യെസ്, അപ്പോ അത് പിന്നെ മിനിമം എന്ന് പറയുന്നത് 8ഉം മാക്സിമം എന്ന് പറയുന്നത് 72ഉം ഡിഫോൾട്ട് എന്ന് പറയുന്നത് 11ഉമാണ് എന്ന പോയിന്റ് ഓർത്തു വെക്കാം. സെറ്റ് ഓക്കെ അല്ലേ? യെസ്, അപ്പൊ ഡിഫോൾട്ട് ഫോണ്ട് സൈസ് നമ്മുടെ സ്ലൈഡിൽ ഇല്ല, പഠിച്ചു വെക്കണേ. യെസ്, ഡിഫോൾട്ട് ഫോണ്ട് സൈസ് എഴുതുമ്പോ പഠിച്ചു വെക്കാം. മിനിമം 8 ആണ്, മാക്സിമം 72 ആണ്, ഡിഫോൾട്ട് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 എന്നും പഠിച്ചു വെക്കാം. ഓക്കെ, യെസ്, മനസ്സിലായില്ലേ? അത് A15 മനസ്സിലായില്ലേ? അതായത് ഇതിപ്പോ യെസ് 36 ഞാൻ ഇട്ടു, ഇതിന്റെ കളറൊക്കെ മാറ്റി കേട്ടോ. യെസ്, ഇനി അതല്ലെങ്കിൽ യെസ്, അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ള വേറൊരു ഓപ്ഷൻ, ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഒരു വേർഡ് ഫയൽ സ്റ്റാർട്ട് ചെയ്യാണ്. യെസ്, മൈക്രോസോഫ്റ്റ് വേർഡ് ഞാൻ ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. യെസ്, ഓക്കെ, തുറന്നു വരുമ്പോ തന്നെ നോക്കിയേ നിങ്ങളെ, ഡിഫോൾട്ട് സൈസ് എത്രയാ? 11 അല്ലേ? അല്ലേ? യെസ്, 11 അല്ലേ? കണ്ടോ നിങ്ങളെ? അപ്പൊ അതാണ് പറഞ്ഞത് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡിഫോൾട്ട് ഫോണ്ട് സൈസ് എത്രയാണ്? 11 ആണ്. നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന മിനിമം എന്ന് പറയുന്നത് 8 ആണ്. യെസ്, ഇനി നിങ്ങൾ നോക്കിയേ, ഇപ്പൊ ഞാൻ ഇവിടെ യെസ് നമ്മള് 8ഇട്ടു, 8 സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് 2 എന്ന് കൊടുത്തു. യെസ്, അത് ചെറുതാവും, പക്ഷെ നമുക്ക് 2ൽ ഇട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യെസ്, ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അവിടെ കൊടുത്തിരിക്കുന്നതിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള മിനിമം എന്ന് പറയുന്നത് 8ഉം മാക്സിമം എന്ന് പറയുന്നത് 72ഉം ആണ് കേട്ടോ. യെസ്, ഇപ്പൊ ഞാൻ എന്റെ പേര് എഴുതി, ആസിഫ് എന്ന് എഴുതി, 72 ആക്കി. ഇതാണ് 72 സൈസ് കേട്ടോ. ഇത് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ യെസ് 100 എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യെസ് അതെന്താവും? കുറച്ചും കൂടെ വലുതാവും കേട്ടോ. ഡിഫോൾട്ട് ആയിട്ട് ഇവിടെയുള്ള മിനിമം ആണ് 8. യെസ്, ഇവിടെയുള്ള മിനിമം ആണ് 8, മാക്സിമം എന്ന് പറയുന്നത് 72 ആണ്. അതിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി വരുന്നത് 11 ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? പുറത്ത് വെക്കാം കേട്ടോ. യെസ്, അപ്പൊ അതും ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. strike through draws the lines through the middle of the selected text. ടൈപ്പ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇതിലുള്ള ഓപ്ഷൻ പ്രകാരമാണ് 8ഉം 72ഉം. നമുക്ക് 1ന്റെയും 1638ന്റെയും ഇടയിലാണ് അല്ലെ? യെസ്, അത് നന്നായി, അതും കൂടി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. യെസ്, ഇതിന്റെ സൈസ് നമുക്ക് എത്ര വരെ കൊടുക്കാം? 1 വരെ കൊടുക്കാം കേട്ടോ. യെസ്, ഫൈനലി 1638. യെസ്, അത്രയും വരെ നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. എവിടെ? യെസ്, നിങ്ങൾ കണ്ടോ? 1638 വരെ നമുക്ക് സെലക്ട് ചെയ്യാം. അത് കാണുന്നും കൂടിയില്ല, അത്രയും വലുതാണ് കേട്ടോ. യെസ്, നോക്കിയേ, കാണുന്നുണ്ടോ? അത്രയും സൈസിൽ വരെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. യെസ്, അതിവിടെ അലൈൻഡ് അല്ല. ഇനി 1639 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 1639. യെസ്, the number must be between 1 and 1639, 1638 വരെ പറ്റുള്ളൂ. പക്കല്ലേ? അപ്പൊ നമുക്ക് നമ്മളെ വേർഡിൽ ഡിഫോൾട്ട് ആയിട്ട് 8 മുതൽ 72 വരെ നമുക്ക് കൊടുക്കാം. അതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നത് 11 ആണ്. നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത് ഏറ്റവും മിനിമം 1ഉം മാക്സിമം 1638ഉം. 1639 കൊടുത്താൽ നമ്മൾ ചമ്മിപ്പോവും കേട്ടോ. 639 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചമ്മിപ്പോവും. അപ്പൊ ആ പോയിന്റുകളെ എടുത്ത് തന്നെ പഠിക്കണേ. യെസ്, അപ്പോ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്ന മിനിമം സൈസ് എന്ന് പറയുന്നത് 1 ആണ്, മാക്സിമം സൈസ് എന്ന് പറയുന്നത് 1638 എന്ന പോയിന്റും പഠിച്ചു കേട്ടോ. യെസ്, ഇനി എന്താണ് സബ്സ്ക്രിപ്റ്റ്, എന്താണ് സൂപ്പർസ്ക്രിപ്റ്റ്? സമയം നന്നായിട്ട് വേണം അല്ലെ പഠിപ്പിക്കുമ്പോ, ഓരോന്നും എടുത്ത് കാണിക്കുമ്പോ അല്ലെ. ഇന്ന് ഈ ഓപ്ഷൻസ് മൊത്തം എടുക്കാന്ന് വിചാരിച്ചേ. അപ്പോ സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ H2O എന്നൊക്കെ എഴുതുമ്പോ Hന്റെ താഴെ ആയിട്ടല്ലേ 2 നമ്മൾ കാണാറുള്ളത് അല്ലെ? യെസ്, അപ്പോ യെസ്, Hന്റെ താഴെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഇങ്ങനെ 2 എന്ന് പറഞ്ഞ് എഴുതാറുള്ളത്.
അങ്ങനെ എഴുതുന്നതിനെയാണ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയാ. ഇനി എക്സ് സ്ക്വയർ വൈ, എക്സ് സ്ക്വയർ പ്ലസ് വൈ എന്നൊക്കെ എഴുതുന്ന സമയത്ത് എക്സിന്റെ മുകളിലായിട്ടാണ് 2 എഴുതാറുള്ളത്. അങ്ങനെ എന്താണ് കൺവേർട്ട് ദി സെലക്ഷൻ ടു എ സ്മോൾ ലെറ്റേഴ്സ് ബിലോ ദി ടെക്സ്റ്റ് ബേസ് ലൈൻ. നമ്മുടെ ബേസ് ലൈനിന്റെ തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ മുകളിലായിട്ട് എഴുതുന്നതിനെ, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ എന്നുള്ള രീതിയിൽ മുകളിൽ എഴുതുന്നതിനെയാണ്. അപ്പൊ സബ്സ്ക്രിപ്റ്റിന്റെ ഷോർട്ട് കട്ട് കീ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കാണിക്കണോ? എല്ലാം കാണിക്കുമ്പോ നല്ല സമയം പോകുന്നുണ്ട് മക്കളെ. യെസ്, ഒരു മിനിറ്റ്. നമ്മളെ അറിയാം നിങ്ങൾക്ക് അല്ലെ, ആഫ്റ്റർ. യെസ്, ഒരു മിനിറ്റ്. ഇപ്പൊ ഫൈനൽ 2 ആണെന്നുള്ളത് വിചാരിക്കാം. എന്നിട്ട് നോക്കിയേ, ഞാൻ ഈ 2 സെലക്ട് ചെയ്തു. ഓക്കെ, 2 സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, താഴെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, താഴേക്കായിട്ട് വന്നില്ലേ? യെസ്, വന്ന് കണ്ടോ നിങ്ങളെ? കണ്ടോ? യെസ്. ഇനി ഈ 2 എടുത്തിട്ട് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാല് അത് എന്ത് ചെയ്തു, സ്ക്വയർ ആയിട്ട് വന്നും ചെയ്തു കേട്ടോ, സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും. ഓക്കെ, യെസ്. ഇനി നോക്കിയേ നിങ്ങളെ, ഇതിന്റെ കൺട്രോൾ പ്ലസ് ഈക്വൽ ടു ആണ് സബ്സ്ക്രിപ്റ്റിന്റെ എന്ത് ഷോർട്ട് കട്ട് കീ. കൺട്രോൾ പ്ലസ് ഈക്വൽ ടു. സൂപ്പർ സ്ക്രിപ്റ്റ് ആണെങ്കിലോ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് പ്ലസ്. കൺട്രോൾ പ്ലസ് ഈക്വൽ ടു ആണ് സബ്സ്ക്രിപ്റ്റ് എങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് പ്ലസ് ആണ് ഏത്, സൂപ്പർ സ്ക്രിപ്റ്റിന്റെ ഷോർട്ട് കട്ട് കീ എന്ന പോയിന്റും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഫോണ്ട് എഫക്റ്റ് ഇതാ, ഫോണ്ട് എഫക്റ്റ് കാണിക്കാം കേട്ടോ. യെസ്, അപ്പൊ സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും എന്താണെന്നും അതിന്റെ ഷോർട്ട് കട്ട് കീയും എങ്ങനെയാണെന്നുള്ളതും മനസ്സിലാക്കി വെക്കണം കേട്ടോ. ബേസ് ലൈനിന്റെ താഴെ വരുന്നതാണ് സബ്സ്ക്രിപ്റ്റ്. കൺട്രോൾ പ്ലസ് ഈക്വൽ ടു ആണ്. കൺട്രോൾ ബേസ് ലൈനിന്റെ മുകളിൽ അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ മുകളിലായിട്ട് വരുന്നതാണ് ഏത്, സൂപ്പർ സ്ക്രിപ്റ്റ്. കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് പ്ലസ് ആണ് കൺവേർട്ട് ദി സെലക്ഷൻ സ്മോൾ ലെറ്റേഴ്സ് എബോവ് ദി ടെക്സ്റ്റ് ബേസ് ലൈൻ എന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി യെസ്, അപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു ഇപ്പോ? യെസ്, ഏതൊക്കെ പറഞ്ഞു? ഇതാ ഫോണ്ട് ഇവിടെ പറഞ്ഞു, ഫോണ്ട് സൈസ് പറഞ്ഞു, ഗ്രോ ചെയ്യാന്, സ്ട്രിങ് ചെയ്യാന്, പിന്നെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയർ ഫോർമാറ്റിംഗ്, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈന്, സ്ട്രൈക്ക് ത്രൂ, സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ്. ഇനി അപ്പർ കേസിലേക്കും ലോവർ കേസിലേക്കും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത്, ഈ പറയുന്ന യെസ് ഈ ഓപ്ഷൻ കേട്ടോ, ചേഞ്ച് കേസ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, യെസ്, ചേഞ്ച് കേസ്. ഓക്കെ, യെസ്, കണ്ടോ നിങ്ങളെ ചേഞ്ച് കേസ് കണ്ടോ? അപ്പർ കേസിലേക്ക് മാറ്റാൻ ഇതിലൊക്കെ സെന്റൻസ് കേസ് ഇതൊന്ന് എഴുതിയെടുക്കണേ. സെന്റൻസ് കേസ്, ലോവർ കേസ്. സെന്റൻസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ലെറ്റർ ഒരു സെന്റൻസിന്റെ രൂപത്തിൽ കേട്ടോ, ആദ്യത്തെ ക്യാപിറ്റൽ ആയിരിക്കും പിന്നെ സ്മോൾ ആയിരിക്കും, അങ്ങനെ ഒരു കേസിലേക്ക് മാറ്റും. സെന്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, ടോഗിൾ കേസ്. ടോഗിൾ കേസ് എന്താന്ന് പറയാം, അത് കാണിച്ചു തരാം കേട്ടോ. ഓരോന്നും നമുക്ക് കാണിക്കാം കേട്ടോ. തൊണ്ടയിലെ വെള്ളം പറ്റിയല്ലോ, നോമ്പാണ് മക്കളെ. അപ്പൊ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഇങ്ങനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ചേഞ്ച് കേസിൽ എടുത്തിട്ട് ലോവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം സ്മോൾ ലെറ്റർ ആയി കേട്ടോ, എല്ലാം സ്മോൾ ലെറ്റർ ആയി. ഇനി സെന്റൻസ് കേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ളത്, ഇപ്പൊ അതാണ് ആവശ്യമുള്ളത്, തുടക്കത്തിലുള്ള ആദ്യത്തെ ലെറ്റർ എന്ത് ചെയ്യും, ക്യാപിറ്റൽ ലെറ്ററിലൊക്കെ ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെന്റൻസ് കേസ് ആക്കുന്നത് കേട്ടോ. ലോവർ കേസ് കിട്ടി, സെന്റൻസ് കേസ് കിട്ടി. ഇനി അപ്പർ കേസ് നോക്കിയേ, കാണുന്നുണ്ടോ നിങ്ങള്, എല്ലാം ക്യാപിറ്റലായി, കാണുന്നുണ്ടോ? യെസ്, ക്യാപിറ്റൽ ലെറ്ററിലായി കണ്ടോ? യെസ്. ഇനി അടുത്ത ഏതായിരുന്നു, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, അതിലുള്ള ഓപ്ഷൻസ് കേട്ടോ, ചേഞ്ച് കേസിലുള്ള ഓപ്ഷൻസ് നോട്ട് ചെയ്ത് നോക്കണേ. സെന്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, ടോഗിൾ കേസ്. സൈസ് കൂട്ടണോ? യെസ്, ഓക്കെ, കാണുന്നില്ലേ? ഓക്കെ, ഇത് സെലക്ട് ചെയ്തു, സിമ്പിൾ. ലോവർ കേസ് എല്ലാം ലോവറായി, യെസ് ലോവറായി. പിന്നെയോ അപ്പർ കേസ് എല്ലാം അപ്പറായി. ഒരു സെന്റൻസിന്റെ രൂപത്തിൽ ആദ്യത്തെ ലെറ്റർ ഒക്കെ ക്യാപിറ്റൽ ആയിട്ട് സെന്റൻസ് കേസ്. നിങ്ങളുടെ വീട്ടില് 2007 ഉള്ള സിസ്റ്റം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെയും കൂടെ നിങ്ങൾ പഠിക്കണം കേട്ടോ. പഠിക്കുന്ന സമയത്ത്
യെസ്, ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കിയൊക്കെ പഠിക്കാം കേട്ടോ. യെസ്, ഇനി നോക്കിക്കോ, നമുക്ക് ആവശ്യമുള്ളത് ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്. നോക്കിയേ നിങ്ങള്, ഹോപ്പിന്റെ എച്ച് ക്യാപിറ്റൽ, യുടെ വൈ ക്യാപിറ്റൽ, ആറിന്റെ എ ക്യാപിറ്റൽ, ഡൂയിങ്ങിന്റെ ഡി ക്യാപിറ്റൽ, വെല്ലിന്റെ ഡബ്ല്യു ക്യാപിറ്റൽ. ഓരോ ലെറ്റേഴ്സിന്റെയും ഓരോ വേർഡിന്റെയും ആദ്യത്തെ ലെറ്റർ എന്ത് ചെയ്തു, ക്യാപിറ്റൽ ആക്കി. ഓക്കെ, ഇനി ടോഗിൾ കേസ് നോക്കിക്കോ, കോമഡിയാണ് ടോഗിൾ കേസ്. ടോഗിൾ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്മോള്, ഒന്ന് ക്യാപിറ്റല്, അല്ല ആദ്യത്തത് സ്മോള് അല്ലെ, ആദ്യത്തത് സ്മോള് പിന്നെ ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ ടോഗിൾ ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് ആക്കി മാറ്റും. യെസ്, എങ്ങനെയാണോ ഉള്ളത് അത് നേരെ ഓപ്പോസിറ്റ് ആക്കി മാറ്റും. ഏത്, ഈ പറയുന്ന ടോഗിൾ കേസ് കേട്ടോ. ടോഗിൾ അത് സ്മോൾ ലെറ്റർ ആണെങ്കിൽ, ഇപ്പൊ നോക്കി ഇ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ടോഗിൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ സ്മോൾ ഇ ആയി. ഇനി സ്മോൾ ഡി എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ടോഗിൾ കേസ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ ഡി ആയി കേട്ടോ. ഓപ്പോസിറ്റ് ആക്കി മാറ്റും, നേരെ ടോഗിൾ ചെയ്യും കേട്ടോ. അതാണ് ടോഗിൾ കേസ് എന്ന് പറയുന്ന കാര്യവും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, യെസ്, ലോവർ കേസിന് അപ്പർ കേസ് ആക്കും, അപ്പർ കേസിന് ലോവർ കേസ് ആക്കും. അപ്പൊ ചേഞ്ച് കേസിലുള്ള ഓപ്ഷൻസ് നോക്കണേ. സെന്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, ടോഗിൾ കേസ്. ഓക്കെ, യെസ്, അപ്പൊ അതും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളർ മാറ്റാനൊന്നും പിന്നെ പ്രത്യേകിച്ച് ഒന്നും അറിയേണ്ടതില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് മാറ്റാം. പിന്നെ അതിലുള്ളത് എന്താണ്, ഈ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എഫക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ആണ് നമുക്ക് ഇനി വേറെ പഠിക്കാനുള്ളത്. ഇത് പലപ്പോഴും PSC താഴെ കൊടുത്തിരിക്കുന്നതിൽ എഫക്റ്റിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏത് എന്ന് പറഞ്ഞ് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എഫക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്ട്രൈക്ക് ത്രൂ, ഡബിൾ സ്ട്രൈക്ക് ത്രൂ, സൂപ്പർസ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, ഷാഡോ, ഔട്ട്ലൈൻ, എംബോസ്, എൻഗ്രേവ്, സ്മോൾ ക്യാപ്സ്, ഓൾ ക്യാപ്സ്, ഹിഡൻ, ഓരോന്നും ഫോണ്ടിന്റെ എഫക്റ്റുകളാണ് കേട്ടോ. യെസ്, നോക്കിയേ നിങ്ങൾ, ഇത് ഞാൻ സെലക്ട് ചെയ്തു, എന്നിട്ട് ഞാൻ ഷാഡോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലേ യെസ്, അതിന് കണ്ടോ ഒരു ചെറിയ ഷാഡോ വരുന്നത് കണ്ടോ നിങ്ങളെ, ഷാഡോ വരുന്നത് കണ്ടോ, ഒരു നിഴല് വരുന്നത് കണ്ടോ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ട് ഡയലോഗ് ബോക്സിൽ നിന്ന് എഫക്റ്റുകളെ ചെയ്യാം കേട്ടോ. യെസ്, എഫക്റ്റുകളെ ചെയ്യാം. ഓക്കെ, ഇന്ന് സ്ലൈഡിന് ക്ലാരിറ്റി കുറവാണ് സാർ എന്ന് പറയുന്നുണ്ട്. A74 അതിന് സൊല്യൂഷൻ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞാണ്. A74 എന്താ ലേറ്റ് ആയിട്ട് വന്നേന്നുള്ളത് ഇപ്പൊ പറ. A74 എന്താ ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വന്നേന്നുള്ളത് ഇപ്പൊ പറ. ക്ലാസ്സിന് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് സമയത്ത് എല്ലാവരും എത്താൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ A74 അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിനകത്ത് സെറ്റിംഗ്സിലെ ക്ലാരിറ്റി മാറ്റാം കേട്ടോ. യെസ്, ഓക്കെ, യെസ്, അപ്പോ ഇത്രയുമാണ്. യെസ്, നോക്കിയേ നിങ്ങള്, ഷാഡോ, റിഫ്ലക്ഷൻ, ഗ്ലോ, നമ്പർസ്, ഔട്ട്ലൈൻ, ഈ പറഞ്ഞൊക്കെയാണ് ഏത്, ഇവിടെ ഈ കൊടുത്തിരിക്കുന്നതൊക്കെയാണ് ഷാഡോ, ഔട്ട്ലൈൻ, എംബോസ്, എൻഗ്രേവ്, സ്മോൾ ക്യാപ്സ്. ഇത് നോക്കിയാൽ മതി, ഈ പിക്ചർ നോക്കിയാൽ മതി കേട്ടോ. യെസ്, ക്ലാരിറ്റി ഓരോ ദിവസവും കുറവ് കൂടുതൽ ഉണ്ടാവില്ല, എല്ലാ ദിവസവും ഒരേ ക്ലാരിറ്റി ആയിരിക്കും കേട്ടോ. നിങ്ങളെ ക്ലിക്ക് ചെയ്യുക കേട്ടോ, ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെറ്റിംഗ്സ് എടുത്തിട്ട് 720 ഇട്ടാ മതി കേട്ടോ. 720 ഇട്ട് കഴിഞ്ഞാൽ ക്ലാരിറ്റി പക്കയായിരിക്കും. പക്ഷെ നെറ്റ് സ്പീഡ് വേണം, അല്ലെങ്കിൽ കറങ്ങും. അപ്പൊ ഓട്ടോ വരും, ഓട്ടോയില് ക്ലാരിറ്റി കുറവായിരിക്കും. അതാണ് എന്റെ പ്രശ്നം കേട്ടോ. അപ്പൊ നെറ്റ് സ്റ്റേബിൾ ഉള്ള ആളുകളെ HD, ഇതാ A35 പറയുന്നത് HD ക്ലാരിറ്റിയിലാണ്, നോ ഇഷ്യൂസ് കേട്ടോ. യെസ്, ഫോണ്ട് എഫക്ട് നോക്കിയേ, സ്ട്രൈക്ക് ത്രൂ എഴുതി വെക്കണേ. സ്ട്രൈക്ക് ത്രൂ, ഡബിൾ സ്ട്രൈക്ക് ത്രൂ, സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, ഷാഡോ എഴുതണോ? ഇത് നമ്മള് PDF ഇല്ല, എഴുതണോ? യെസ്, ഔട്ട്ലൈൻ, എംബോസ്, എൻഗ്രേവ്, സ്മോൾ ക്യാപ്സ്, ഓൾ ക്യാപ്സ്, ഹിഡൻ. 8 3 11 ഓപ്ഷൻ ആണ് ഫോണ്ട് എഫക്റ്റിൽ ഉള്ളത് കേട്ടോ. 8 3 11 ഓപ്ഷൻ ആണ് ഉള്ളത് എഫക്റ്റില് എന്ന പോയിന്റും ഓർത്ത് വെക്കാം. യെസ്, സെറ്റ് അല്ലേ? ഇതിന്റെ അപ്പുറത്തേക്കുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ PYQ സെഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ ചെയ്യാം. ഇത്ര സമയം കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ നോക്കി, 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ആകെ 2 ബോക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നാളെ പാരഗ്രാഫ് വിശദമായിട്ട് പറയാനുണ്ട്. നാളെ എനിക്ക് തോന്നുന്നു ഇത് മൊത്തത്തിൽ നാളെ പറയാനുണ്ടാവും. ഓക്കെ, യെസ്, ഓക്കെ,
ഇത് ടൈപ്പോ ഡ്രോപ്പ് ഡൗണിൽ അപ്ലൈ ചെയ്ത എഫക്ട് ഔട്ട്ലൈൻ ഷാഡോ റിഫ്ലക്ഷൻ ഗ്ലോ നമ്പർ സ്റ്റൈൽസ്. യെസ്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ അല്ലേ? ഒരു മിനിറ്റ്. ഇത് പഠിച്ചാൽ മതി. നിങ്ങൾ ഇത് പഠിക്കണ്ട കേട്ടോ, ഇത് പഠിക്കണ്ട. നിങ്ങൾ ഇത് എഴുതിയെടുത്തോ. ഓക്കെ, ഇത് എഴുതിയെടുത്തോ. സ്ട്രൈക്ക് ത്രൂ, ഡബിൾ സ്ട്രൈക്ക് ത്രൂ, സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, ഷാഡോ. യെസ്, ഇതിന്റെ PDF ഞാൻ ഗ്രൂപ്പിൽ വെക്കാം കേട്ടോ. സോറി, ഇതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ PDF വെക്കാം കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ എവിടെ വരെ എടുത്തേ? ഫോണ്ട് ഗ്രൂപ്പ് അല്ലേ? പേജ് ലേഔട്ട് എടുക്കാൻ പറ്റിയില്ല, സ്റ്റൈൽസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോ ഇവിടെ എന്ത് ചെയ്യാം, വെച്ചിട്ട് തരാം കേട്ടോ. അപ്പോ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നോക്കിയാൽ മതി കേട്ടോ, ഇത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, യെസ്. അപ്പൊ ബാക്കി എന്ത് ചെയ്യാ, ഈ ഓപ്ഷൻസ്, ഈ പറയുന്ന ഷോർട്ട് കട്ട് കീസ് ഒക്കെ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആണ്. ഇന്ന് നമ്മളെ ശരിക്കും ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായി പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ PYQസും ഡൗട്ടുകളൊക്കെ നമുക്ക് ഗ്രൂപ്പ് വഴി ചർച്ച ചെയ്തിട്ട് പോകാം കേട്ടോ. യെസ്, ഓക്കെ. അപ്പോ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.